നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പറയാൻ പോകുന്നത് വൃദ്ധന്റെയും രാജാവിന്റെയും കഥയാണ്. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് പ്രജകളുടെ ക്ഷേമത്തിന് വളരെയേറെ പ്രാധാന്യം നൽകി. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷേമം നേരിട്ട് കണ്ടറിയുവാൻ വേണ്ടി വേഷം മാറി രാജാവ് രാജ്യത്തിലുടനീളം സഞ്ചരിക്കുന്നത് പതിവായിരുന്നു. സത്യസന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് രാജാവിനെ ഇത് വളരെയേറെ സഹായിച്ചു. ഒരു ദിവസം വേഷം മാറിയെത്തിയ രാജാവ് ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു വീടിന് മുമ്പിലെത്തിയ രാജാവ് ഒരു കാഴ്ച കണ്ടു നിന്നു. എണീറ്റ് നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വൃദ്ധൻ മരത്തൈകൾ നട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട രാജാവ് വൃദ്ധന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും പരീക്ഷിക്കാൻ രാജാവ് തീരുമാനിച്ചു. അതിനായി രാജാവ് വൃദ്ധനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പ്രായത്തിലും മരത്തൈകൾ നടുന്നത്? എന്തായാലും ഈ തൈകൾ ഫലം തരാൻ കുറെ നാളുകൾ എടുക്കും. ചിലപ്പോൾ നിങ്ങൾക്കിത് കഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഇത് കേട്ട വൃദ്ധൻ തന്റെ മുന്നിൽ നിന്ന ആളോട് പറഞ്ഞു, നമുക്കിന്ന് ഫലങ്ങൾ തരുന്ന മരങ്ങൾ ഞാനോ നിങ്ങളോ നട്ടതല്ല, നമ്മുടെ പൂർവികർ നട്ടതാണ്. അവർ ഇതുപോലെ കരുതിയിരുന്നെങ്കിൽ നമുക്കും കഴിക്കാൻ ഇന്ന് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണോ ഈ തൈകൾ നടുന്നത്? രാജാവ് വൃദ്ധനോട് വീണ്ടും ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, നമ്മൾ വിതയ്ക്കുന്നതിന്റെ ഫലം നമുക്ക് കിട്ടിയില്ലെങ്കിലും അത് മറ്റാർക്കെങ്കിലും ഉപകരിക്കും. ഇത് കേട്ട് രാജാവിന് വൃദ്ധന്റെ സഹജീവികളോട് നന്മ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുള്ള പ്രവൃത്തിയിൽ അഭിമാനം തോന്നി. രാജാവ് താൻ ആരാണെന്ന രഹസ്യം വൃദ്ധനോട് പറഞ്ഞു. തന്റെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്നറിഞ്ഞപ്പോൾ വൃദ്ധന് വളരെയേറെ സന്തോഷം തോന്നി. തുടർന്ന് രാജാവ് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തുള്ളവർക്കെല്ലാം മാതൃകയാണ്. അതിനുശേഷം രാജാവ് വൃദ്ധന്റെ പ്രവൃത്തിക്കുള്ള സമ്മാനമായി ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നൽകുകയും ചെയ്തു. ഈ കഥയിലെ ഗുണപാഠം: അലസത കൂടാതെ നമുക്കാവുന്നത് നമ്മൾ ചെയ്യണം, അതെത്ര ചെറുതായാലും.